കായണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം കായണ്ണയിൽ സംഘടിപ്പിച്ചു. ബാലുശ്ശേരി എംഎൽഎ VT സൂരജ് ഉദ്ഘാടനം ചെയ്തു. കായണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായണ്ണ ലീഗ് ഓഫീസിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് സുഹൈൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി പള്ളിമുക്ക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലുശ്ശേരി എംഎൽഎ VT സൂരജ് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. കായണ്ണ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ, അവരുടെ ഉയർച്ചയിൽ, അവരുടെ വിദ്യാഭ്യാസങ്ങളുടെ ഓരോ ഏടിലും അവരെ ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന, അതിന് കഴിയുന്ന ഒരു മനസ്സ് ഉള്ള സംഘടനയ്ക്ക് സംഘടനയെ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരോടും അനുജത്തിമാരോടും ഒരുപാട് ഉപദേശമൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യുന്ന, ഒരുപാട് ആഗ്രഹങ്ങളുമായി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർ പ്രയാണം നടത്തുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികൾ. അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകാനായിരിക്കണം നമ്മൾ എല്ലാ കാലവും ശ്രമിക്കേണ്ടത്. അവരുടെ ചിറകുകൾക്ക് ബലം നൽകേണ്ടത് നമ്മുടെ കരങ്ങളാണ്. ആ ബലം നൽകുന്നതിന് പകരം ആ ചിറകുകൾക്ക് തളർച്ച സംഭവിച്ചാൽ, ആ ചിറകുകൾ ഒടിഞ്ഞു പോയാൽ നമ്മുടെ ഭാവിയും ഈ നാടിന്റെ, ഈ രാജ്യത്തിന്റെ ഭാവി. മുസ്ലിം ലീഗ് ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് ഓപ്പറേഷൻ തുഫാനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകൾ, ലഹരി മാഫിയകള് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവർ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരിമാരെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ പിടിച്ചു കിട്ടുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് വിദ്യാർത്ഥികളും അധ്യാപകന്മാരും മാത്രം വിചാരിച്ചാൽ മതിയാവില്ല, മറിച്ച് പൊതുസമൂഹം അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ അതൊക്കെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇനിയും ഉത്തരോത്തരം നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. PK സലാം മാസ്റ്റർ, ഷക്കീർ പൂനത്ത്, NVA റഹ്മാൻ മാസ്റ്റർ, KK അബൂബക്കർ, CK അജ്നാസ്, 2ാം വാർഡ് മെമ്പർ നഷീദ നടുക്കണ്ടി, 3ാം വാർഡ് മെമ്പർ ഷൈജ സുനിൽകുമാർ, ഫസൽ കൂനഞ്ചേരി, PC ബഷീർ, PK അസീസ്, PC അബൂബക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നസീമ CK, റസീന അഷ്റഫ്, അഫ്സൽ PP, ഹാരിസ് TK, ഫാസിന ചാലിൽ, അജ്മൽ P, നൗഫൽ AK, തസ്നിമ N, ഫാസിന മുജീബ് എന്നിവർ സന്നിഹിതരായി. ഉപഹാരം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനി ഫാത്തിമ ബൽക്കീസ് മറുമൊഴി നൽകി. സോഷ്യൽ മീഡിയയിൽ വന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ആൻഡ് പിന്നെയും ഇവിടെ സംസാരിക്കേണ്ട വേറൊരു സാധനം, MSF ജാമിയ മില്ലിയ ഇസ്ലാമിയ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഒരു യൂണിറ്റാണ് അവിടെ. SFI പോലെ ബാക്കിയുള്ളത് പോലെയല്ല. NSUI MSF ആണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള 2 പൊളിറ്റിക്കൽ ടീം. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഡയറക്റ്റ് വൈസ് ചാൻസലർ അറിയിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് MSF ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടാണ് കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇത് ഭയങ്കര വലുതാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ഒരു റെക്കഗ്നീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാഗ്, അതിപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ കരിക്കുലറിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഭയങ്കര പേടിപ്പെടുത്തുന്ന സാധനമൊന്നുമല്ല. ഇവിടുന്ന് ആൾക്കാരെ ഡൽഹി പോകണമെന്ന് പറയുന്നത് ഡൽഹി കുറേ സമരം, അടി പിടി ബഹളം പോലീസ് എന്നുള്ളൊരു സാധനമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കംപ്ലീറ്റ്ലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമല്ല അവിടെ ഇങ്ങനെ മൂലയ്ക്ക് ഇരിക്കുകയും ചെയ്യരുത്, ആക്റ്റീവ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും. ആൻഡ് അത് പാർട്ടി ആയിക്കോട്ടെ, അല്ലാത്ത സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ആയാലും, പിന്നെ അല്ലാത്തപ്പോൾ മ്യൂസിക് ആണെങ്കിലും എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സഹദ് PK ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.